വ്യാജ GST രജിസ്ട്രേഷൻ തട്ടിപ്പ് സംസ്ഥാനത്ത് നടന്നുവെന്ന് സ്ഥിരീകരിച്ച സർക്കാർ ഇതുവരെ 7 FIRകൾ രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലുണ്ട്. വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൈമാറ്റവും നടന്നതായി ധനമന്ത്രി ബാലഗോപാലും വ്യക്തമാക്കി. എന്നാൽ സർക്കാരിന് കൃത്യമായ ഉത്തരമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സെപ്റ്റംബർ 16 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് നിയമസഭയിൽ മുഖ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് വ്യാജ GST തട്ടിപ്പ് സ്ഥിരീകരിക്കുന്നത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ 7 FIR രജിസ്റ്റർ ചെയ്തു. അന്വേഷണം പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൈമാറ്റം നടന്നുവെന്ന് GST ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരുന്നതായി കഴിഞ്ഞ ദിവസം ധനമന്ത്രിയും നിയമസഭയെ അറിയിച്ചിരുന്നു. നിലവിലില്ലാത്ത സ്ഥാപനങ്ങളുടെ പേരിലും വ്യാജമായ GST ബിൽ നിർമ്മിച്ചു നൽകിയ സ്ഥാപനങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വെറുതെ പോയി രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ പോയി രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ബയോമെട്രിക് വേണം. ഇപ്പോൾ മുമ്പ് അങ്ങനല്ല. ഞാൻ എപ്പോഴും പറയുന്ന GST സംബന്ധിച്ച് ഈ സിസ്റ്റത്തിനകത്ത് പല കുഴപ്പങ്ങളുണ്ടെന്ന് നിരന്തരമായി പറയുന്നതാണ് കേരളം. ആ കുഴപ്പങ്ങളുടെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ അറിവിൽ പെട്ടെടുത്തോളം അതിശക്തമായ നടപടി എടുക്കുന്നുണ്ട്. ഇനിയായാലും എവിടുന്ന് ആ വിവരങ്ങൾ കിട്ടിയാലും ഒരു ദാക്ഷിണ്യമില്ല. 200 കോടിയുടെ തട്ടിപ്പിൽ ധനമന്ത്രി ഒന്നും മിണ്ടുന്നില്ലെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. എല്ലാ വൃത്തികേടുകൾക്കും ധനകാര്യ വകുപ്പ് കൂട്ടുനിൽക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത്. GST വകുപ്പിലെ ചില CPM നേതാക്കളായ ചില ആളുകളെ താക്കോൽ സ്ഥാനത്ത് വെച്ച് അവരെ കൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത്. ഈ അഴിമതിയിലും GSTയിലെ ഒരു വിഭാഗം ആളുകൾക്ക് പങ്കുണ്ട്. രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനപ്പുറത്തേക്ക് തട്ടിപ്പ് ആസൂത്രണം ചെയ്യുന്ന കേന്ദ്രങ്ങളിലേക്ക് പലപ്പോഴും അന്വേഷണം എത്തുന്നില്ലെന്നാണ് സൂചനകൾ. മീഡിയ 1 തിരുവനന്തപുരം.